ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന വിഷയമാണ് ഹേമ കമ്മിറ്റി. ഇപ്പോ ഇതിനെ സംബന്ധിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല. ഒരുപാട് സന്ദർഭങ്ങളിൽ വിവാദങ്ങൾക്ക് പാത്രമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് സിനിമാ മേഖല. കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രമുഖ നടിയെയും നടനെയും വിളിച്ചിരുത്തി, നിങ്ങൾ കിടന്നുകൊടുത്തിട്ടാണോ നിങ്ങൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയത് എന്ന ചോദ്യവും, ഉടനെ മൈക്കൊക്കെ വലിച്ചൂരി മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന നടിയും ചുട്ട മറുപടി കൊടുക്കുന്ന നടനുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വസ്തുതയാണ്. ഇപ്പോഴിതാ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിഷയങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി മഹാനടന്മാർ ഇതിനകത്ത് വില്ലൻ വേഷമെടുത്ത് അണിയുന്നുണ്ട്. അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു തിലകന്റെ മകളുടെ വെളിപ്പെടുത്തലാണ്. മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതെല്ലാം വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പൊ അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഈ ഒരു അവസരം, അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം. 15-അംഗ പവർ കമ്മിറ്റി വിത്ത് ഹിഡൻ അജണ്ട. എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത്? ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തുകൊണ്ട് വെക്കുന്നു? ഇവർക്ക് അതിന്റെ മുകളിലുള്ള ആധിപത്യം, എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാം എന്നുള്ള ആധിപത്യം. അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം, എനിക്ക് മോളോട് സംസാരിക്കണം. മോളെന്നാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, അതിന് നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന്. അപ്പൊ അതൊക്കെ മേലെയാണ് പവർ. അപ്പൊ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊണ്ടുവന്ന ഇതിന് ഒരു എന്താ പറയാ, ഒരു നല്ല നടപടി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല. നമസ്കാരം. അപ്പൊ പോലീസിനും മേലെയാണ് ഇവരുടെ കമ്മിറ്റി. ഇവിടത്തെ നിയമങ്ങൾക്കും കോടതികൾക്കും ഭരണഘടനയ്ക്കുമൊക്കെ അപ്പുറം ഒരു 15-അംഗ വിങ് തീരുമാനിക്കും ഇതിൽ നീതി എന്ത്, സത്യമെന്ത്, യുക്തി എന്ത്, ഇരകളാര്, വേട്ടക്കാരാര്. അവരുടെ തീരുമാനമനുസരിച്ചിട്ടാണ് പിന്നീട് മുമ്പോട്ട് പോകുന്നത്. തിലകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ്, കേരളത്തിന്റെ അഭിമാനമാണ്. എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അഭിനയ ജീവിതത്തിലുണ്ടായതും അല്ലാതെയുമായുള്ള സംഭവങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. എന്നാൽ അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലും കൈയും അടിച്ചു പൊട്ടിക്കുമെന്നാണ് ഇപ്പോഴത്തെ മന്ത്രിയായ ഗണേശൻ പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് ഔട്ടാക്കിയ ശേഷം അദ്ദേഹം മറ്റു മേഖലകളിലേക്ക് അഭിനയിക്കാൻ പോയപ്പോൾ, അതായത് സീരിയലിലേക്ക് അഭിനയിക്കാൻ പോയപ്പോൾ, ആത്മയുടെ പ്രസിഡന്റായിരുന്നു ഗണേശൻ, അവിടെയും കൈവച്ചു. അവസാനം അവിടെ നിന്നും പുറത്തായി. തിലകനെ പോലെയുള്ള ഒരു മഹാപ്രതിഭയെ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അസാധാരണത്വമുള്ള ആ പ്രതിഭയെ വെട്ടി വീഴ്ത്തുന്നതിൽ ഒരേപോലെ പങ്കുവഹിച്ചവരാണ് ഈ മാഫിയ ഗ്രൂപ്പ്, അമ്മയിലെ മാഫിയ ഗ്രൂപ്പ്. ഇതിനെക്കുറിച്ച് സോണിയ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. സോണിയയോട് അതിനുശേഷം മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പറയിലേക്ക് ക്ഷണിച്ചു എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത്, സുരേഷ് ഗോപിയുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപി അവരെ ചിന്താമണി കൊലക്കേസിൽ അഭിനയിക്കാൻ അച്ഛനെ ക്ഷണിച്ചു, എന്നിട്ട് പോലും അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തെല്ലാം ഭീകരമായ മാഫിയ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. എന്റെ അറിവ് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ അധോലോക മാഫിയ, ഡ്രഗ്, സെക്സ് മാഫിയ പ്രവർത്തിക്കുന്നത് അമ്മയിലാണ്. അതേപോലെ പ്രൊഡ്യൂസർ മാഫിയയിലുണ്ട്. എല്ലാ ആളുകളും ഇതിൽ ഉൾപ്പെട്ടു എന്ന് ഞാൻ പറയുകയില്ല. അതിൽ ഉൾപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് തന്ന പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചിലരൊക്കെ ഇവിടെ നിന്ന് കൈക്രമാൻ ഗൾഫിലേക്കും വിദേശങ്ങളെയും കടന്ന് മടങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ബിസിനസ്, ഇവിടെ കടത്തിക്കൊണ്ടുവരുന്നു. സെക്സും അതേപോലെ ഡ്രഗും അഴിഞ്ഞാടുകയാണ്. കമ്മീഷൻ റിപ്പോർട്ടിൽ ഏറ്റവും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സെക്സും അതേപോലെ ഡ്രഗും അഴിഞ്ഞാടുകയാണ്. നമുക്ക് എന്തായാലും സോണിയ തിലകൻ തന്റെ അടുത്തോടുകൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്രയും കാലം എന്തുകൊണ്ടാണ് അവർ പറയാതിരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ്. ഹേമ കമ്മീഷൻ പുറത്തു വന്ന് ആ സാഹചര്യത്തിൽ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ സോണിയയുടെ ഒറ്റ പരാതിയിൽ കേസെടുക്കാം. എന്നാൽ പിണറായി വിജയൻ പറയുന്നത്, അതേപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത്, ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടിയിട്ടില്ല. ഒരു ക്രിമിനൽ CRPC-യുടെയും അതേപോലെ IPC-യുടെയും അതേപോലെ പുതിയ ഭാരത ന്യായ സമിതി ബാലബോർഡും അറിയാത്ത മാതിരി പൊട്ടന്മാരെ മാതിരി കളിക്കുകയാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് കളിച്ചിട്ടുള്ള ഒരു മഹാനാണ് ആര്? പിണറായി വിജയൻ. ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നോ, ഒരു കുറ്റം ചെയ്തു എന്നോ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതിരുന്ന കുറ്റമാണ്. പിണറായി വിജയനും അതേപോലെ ഈ പറയുന്ന മന്ത്രി, സഹകരണ മന്ത്രി, സാംസ്കാരിക മന്ത്രി, സംസ്കാരം പോലും ഇല്ലാത്ത ആ മന്ത്രിയും ചേർന്നുകൊണ്ട് നടത്തുന്ന അഭ്യാസങ്ങൾ, അല്ലെങ്കിൽ മുകേഷും അതേപോലെ ഗണേശനും പിണറായിയും അതേപോലെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം അടങ്ങുന്ന ഒരു ഗ്യാങ്, അവരാണ് ശരിക്കും അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാം. ഇപ്പോൾ സോണിയ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാം. സോണിയയുടെ പ്രത്യേക അഭിനന്ദനം പറയാണ്. പോരാ, തന്റെ അടുത്തോളം മുന്നോട്ട് നീങ്ങണം, ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കൂടി പ്രത്യേകം പറയുകയാണ്. അതിനുശേഷം അച്ഛനെ പല സിനിമകളിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് ഒരു പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലേക്ക് ശ്രീ സുരേഷ് ഗോപിയാണ് അച്ഛനെ സജസ്റ്റ് ചെയ്തത്. കാരണം ഒരുപാട് പടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അങ്ങനെ 1-2 പടങ്ങൾ വന്നപ്പോഴേക്ക് അച്ഛൻ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു,
എന്നെ നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിലും നിങ്ങൾ അങ്ങനെ സജഷൻ പറയണ്ട, അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞതിന് ശേഷം അത് വേണ്ടാന്ന് വെച്ചത്. എന്തെല്ലാമാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്? ഇതൊന്നുമല്ല, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇനിയുമുണ്ട് പിന്നാലെ വരാൻ. നീതി കിട്ടാത്ത ഒട്ടനവധി കേസ് ഫയലുകൾ ഇവിടെ കിടക്കുകയാണ്. അതിനകത്ത് രാജ്യത്തെ സേവിക്കുന്ന സൈനികരെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത കാപാലികരായ കാക്കിക്കൂട്ടങ്ങളുടെ കേസടക്കമുണ്ട്. ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ വീടിന് മുമ്പിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയും അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വരെ ചെന്ന് അവരെ ഉപദ്രവിക്കുകയും മോശമായ രൂപത്തിൽ അശ്ലീല പ്രയോഗങ്ങൾ വരെ നടത്തുകയും ചെയ്ത കേസ് ഉൾപ്പെടെ വാളയാറിൽ കൊല ചെയ്യപ്പെട്ട 2 കുരുന്നുകളുടെ ജീവൻ വരെ പന്താടി കളിക്കുമ്പോൾ ഇവിടെ സിനിമക്കാരുടെ നീതിക്കു വേണ്ടി എന്തൊരു അട്ടഹാസമാണ്. നല്ലത്, ഇത് വെച്ച് തുടങ്ങട്ടെ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം. വളരെ സന്തോഷം. കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തുന്ന വെല്ലുവിളികൾ. വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് ഒരു ആംഗല സാഹിത്യകാരൻ എഴുതിയിട്ടുണ്ട്. അതായത് എല്ലായ്പ്പോഴും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് മനുഷ്യർ, പ്രത്യേകിച്ച് പുരുഷന്മാർ എന്ന് ഞാനിവിടെ എടുത്തു പറയട്ടെ. അതുകൊണ്ടാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്ര അധികം ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടി വരുന്നത്. ഒരുപാട് ആശങ്കകൾ, ഒരുപാട് വ്യഥകൾ, കേൾക്കുന്നവർക്കൊക്കെ ആകുലതകളും. കാരണം ഇത് എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് പിരിഞ്ഞവർക്കും അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ആകുലതകളാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയുള്ള ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന ചിന്തകളാണ് ആ മേഖലയിലുള്ള സ്ത്രീകൾ അധികം പേരും അനുഭവിക്കുന്നത്. അപ്പം എന്താണ് ഈ മേഖല നമ്മളെ കൊണ്ട് ഇത്രയധികം ചിന്തിപ്പിക്കുന്നത്? ഇതിന്റെ ഒക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാനും ആ കമ്മിറ്റിയുടെ റിസൾട്ട്, അതിപ്പോഴൊന്നും അല്ല പുറത്തു വന്നത്. കമ്മിറ്റി രൂപീകരിച്ചത് നമുക്കറിയാം, നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ്. കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ 2019 പുറത്തു വന്നതാണ്. റിപ്പോർട്ടിന് പുറത്ത് ഗവൺമെന്റ് അടയിരുന്നതിന് ഒരുപാട് കാരണങ്ങൾ കാണും. പക്ഷെ ഇപ്പോൾ കുഞ്ചുകുറുപ്പേട്ടൻ, മനോരമയിലെ കുഞ്ചുകുറുപ്പേട്ടൻ പറഞ്ഞതാണ് എനിക്ക് വളരെ സരസമായി തോന്നിയത്, എന്നെ സ്ട്രൈക്ക് ചെയ്തത്. എന്താണ് പറഞ്ഞത് എന്നല്ലേ? സിനിമാ മേഖലയിൽ സർക്കാർ നിരന്തരം ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി സജി ചെറിയാൻ. അപ്പൊ അതിന് കുഞ്ചുകുറുപ്പേട്ടൻ പറയുന്ന റിപ്ലൈ ആണ്, വാതിലിൽ നിരന്തരം മുട്ടി എന്ന് പറയാം. വളരെ രസകരമായി തോന്നി എനിക്കത്. കാരണം 2019 നടിയെ ആക്രമിച്ച അതേ ദിവസം മുതൽ വളരെ ശക്തമായ നടപടി ഗവൺമെന്റിൽ നിന്ന് നാം പ്രതീക്ഷിച്ചതാണ്. അത് മാത്രവുമാണ്, എത്ര ഹീനമായ ഒരു കർമ്മമായിരുന്നു ആ മനുഷ്യൻ. അയാൾ ഒരു നടനാണ്, അയാൾ അഭിനയിച്ചിരുന്ന സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതം തന്നെ നമുക്കറിയാം ഏത് തരത്തിലുള്ള ഒരു ജീവിതമാണ്, ആരുടെയൊക്കെ ജീവിതം കീഴ്മേൽ മറിച്ച ജീവിതമാണ് അയാളുടെ ജീവിതം എന്ന് നമുക്കറിയാം. അപ്പോൾ അയാളുടെ കൂടെ പ്രവർത്തിച്ച, അതായത് സഹപ്രവർത്തകയായ ഒരു നടിയെയാണ് സ്വന്തം ഇംഗിതത്തിന് കിട്ടുന്നില്ല എന്ന് വന്നതുകൊണ്ടായിരിക്കണമല്ലോ കൊട്ടേഷൻ കൊടുത്ത് ആ നടിയെ പരസ്യമായി പീഡിപ്പിക്കുക മാത്രമല്ല, പീഡിപ്പിച്ച് അതിന്റെ വീഡിയോ പകർത്തുക, ആ വീഡിയോ നിരവധി പേരിലേക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെ ആ നടിയെ നിരന്തരം മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് ചെയ്തത്. അതായത് ഏകദേശം വിവാഹം അടുപ്പിച്ചിരുന്ന ഒരു നടിയാണ് എന്നുകൂടി ഓർക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടിയെ ഇങ്ങനെ ഈ സിനിമാ മാഫിയയിലെ 12 അംഗങ്ങളെ ഭയപ്പെടാതെ സത്യങ്ങൾ നിർഭയം വിളിച്ചു പറയാൻ ധൈര്യമുള്ള, തൻ്റെടമുള്ള, സാമർഥ്യമുള്ള, ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വസ്തുതകൾ അറിയുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്.